الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان وأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان فبأي آلاء ربكما تكذبان السلام عليكم. To begin this auspicious occasion, I would like to invite our respected principal, Ms. Fatima Begum, to deliver welcome speech. Alhamdulillah, alhamdulillahi rabbil alamin. Assalatu wassalamu ala ashrafil mursalin. നബിയിന മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരെ, കുഞ്ഞുമക്കളെ, രക്ഷിതാക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൈലപ്പുറം ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ 6ാം വാർഷികവും 4ാം കോൺവെക്കേഷൻ സെറമണിയുമാണ് ഇന്നിവിടെ നടക്കുന്നത്. എൻ്റെ കർത്തവ്യം നിങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളിൽ 3 ക്ലാസ്സുകളിൽ 2 ഡിവിഷനുകളിലായി 88 കുട്ടികളാണ് പഠിക്കുന്നത്. മാഷാ അല്ലാഹ്, 27 കുട്ടികളാണ് ഈ വർഷം സന്നദ്ധ വാങ്ങി ഇറങ്ങുന്നത്. ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിലെ ആദ്യത്തെ പ്രധാന നേട്ടം ആഘോഷിക്കുന്ന അഭിമാനകരമായ ദിനമാണ്. പ്രാരംഭ വിദ്യാഭ്യാസത്തിൻ്റെ ഈ ഘട്ടം വിജയകരമായി പൂർത്തീകരിച്ച് പുതിയ പഠനയാത്രയ്ക്കൊരുങ്ങുന്ന ഈ മക്കളുടെ ബിരുദദാനവേള നമുക്കെല്ലാവർക്കും സന്തോഷവും കൺകുളിർമയേകുന്നതുമാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ രക്ഷിതാക്കളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ രക്ഷിതാക്കളോട് പറയാനുള്ളത്, ഹെവൻസിൽ നിന്നും നമ്മുടെ മക്കൾ സ്വായത്തമാക്കിയിട്ടുള്ള അറിവുകളും ദിനചര്യകളും അവർ ജീവിതത്തിൽ പകർത്തുന്നുണ്ടെന്ന് നിങ്ങൾ രക്ഷിതാക്കൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവിടെയുള്ള ഓരോ രക്ഷിതാവും പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടിയാണ് ഹെവൻസിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആ വിശ്വാസവും പ്രതീക്ഷയും ഞങ്ങൾ ഉത്തരവാദിത്തമായി ഏറ്റെടുത്തപ്പോൾ ഞങ്ങളോടൊപ്പം സ്നേഹ പിന്തുണകൾ നൽകി യാത്ര ചെയ്തതാണ് ഇന്ന് ഹെവൻസിൻ്റെ വിജയം എന്ന് പറയുന്നത്. അൽഹംദുലില്ലാ, ഇന്ന് ഇവിടെ നിന്നും ബിരുദദാന ചടങ്ങിലുള്ള ഈ 27 കുട്ടികളും ഖുർആൻ മുഴുവനായും നോക്കി പാരായണം ചെയ്തു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും, സ്കൂളിൻ്റെയും നിങ്ങൾ രക്ഷിതാക്കളുടെയും അഭിമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മക്കളെയും കുടുംബത്തെയും നമ്മെ എല്ലാവരെയും ഖുർആനിൻ്റെ വെളിച്ചത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള മലപ്പുറം മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ മേഡത്തെ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷനും മാലി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാനുമായ ജലീൽ മങ്കരത്തൊടിയെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മൈലപ്പുറം വാർഡ് കൗൺസിലർ ബുഷ്ര സക്കീറിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ JIH മലപ്പുറം ഏരിയ അംഗം AM യൂസഫ് അലി സാഹിബിനെ
ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ 4 വർഷത്തോളമായി ഹെവൻസിൻ്റെ കുടുംബാംഗമായി മാറി നമ്മുടെ ഹെവൻസിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ നമ്മളോട് പങ്കുവെക്കാനായി സ്കൈ 3 പേരൻറ്റും മുതുവത്തുപറമ്പ് കൗൺസിലറുമായിട്ടുള്ള ഷിറിൻ ഇർഫാനെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ PTA പ്രസിഡന്റ് സമീർ KM സാഹിബിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മൈലപ്പുറം ഹെവൻസ് പ്രീ സ്കൂളിൻ്റെ മാനേജർ ബഷീർ സാഹിബിനെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളുടെ പരിപാടികൾ ആസ്വദിക്കാൻ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയ രക്ഷിതാക്കളെയും നാട്ടുകാരെയും മറ്റെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ എല്ലാമായ മൈലപ്പുറം ഹെവൻസിൻ്റെ കുഞ്ഞുമക്കളെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയുടെ നല്ല നടത്തിപ്പിനായി വളണ്ടിയർ സ്ഥാനം ഏറ്റെടുത്തിട്ടുള്ളവരെയും എൻ്റെ പ്രിയ സഹപ്രവർത്തകരെയും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി മാലി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാൻ ആയിട്ടുള്ള ജലീൽ മങ്കരത്തുരിയെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. Thank you, ma'am, for your warm and inspiring words. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മലപ്പുറം മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ, അതോടൊപ്പം വാർഡ് കൗൺസിലർമാരായ ബുഷ്ര സക്കീർ, ഷിറിൻ ഇർഫാൻ, PTA പ്രസിഡന്റ് സമീർ, അതുപോലെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ ഒരിക്കൽ കൂടി എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വളരെ വർദ്ധിച്ച ആവേശത്തോടെയും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മറ്റൊന്നുമല്ല, ഖുർആൻ ഒരു ജുസ് മനഃപ്പാഠമാക്കി ഖുർആൻ്റെ ഏതു ഭാഗവും പാരായണം ചെയ്യാൻ കൽപ്പുറ്റരായ ഒരു പറ്റം കുഞ്ഞുങ്ങളെ വാർത്തെടുത്ത് അവർക്ക് സനത് കൊടുക്കുന്ന കോൺവെക്കേഷൻ സെറിമണിയിലാണ് നമ്മളുള്ളത് എന്നതാണ്. ഹെവൻസ് പ്രീ സ്കൂളിനെ സംബന്ധിച്ചോളം അതിൻ്റെ 4ാമത്തെ കോൺവെക്കേഷൻ സെറിമണിയാണ്. ഓരോ വർഷവും അതിൻ്റെ എണ്ണം അല്ലെങ്കിൽ വലിപ്പം വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൺവെക്കേഷൻ സെറിമണിക്ക് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളെല്ലാവരും ഒന്ന് ചേർന്നിട്ടുള്ളത്. ഇതൊരു സ്ഥാപനം എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തലമുറയുടെ സ്വഭാവവും സംസ്കാരവും രൂപപ്പെടുത്തുന്ന അതിൻ്റെ ഒരു ആഘോഷം കൂടിയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിലെ ഒരു ഘട്ടമാണ് ബാല്യകാലം എന്നുള്ളത്. അവിടെ നമ്മൾ എന്താണോ വിതച്ചത് ആ വിതച്ചതാണ് പിന്നീട് ജീവിതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ അവർ കൊയ്യാൻ പോകുന്നത്. അവരുടെ മനസ്സിലേക്ക് നമ്മൾ ഖുർആനെ ഇറക്കി കൊടുത്തു. ഖുർആൻ എന്ന് പറയുന്നത് അവരുടെ അടിത്തറയായിട്ട് മാറുകയാണ്. വിശുദ്ധ ഖുർആൻ്റെ വാഹകരായിട്ടുള്ള ആളുകളായിട്ട് അവർ മാറുകയാണ്. അപ്പോൾ നല്ല ശീലവും നന്മയും ആചാരവും ഒക്കെ ആ അർത്ഥത്തിലായിരിക്കും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹി അഖ്വം. വിശുദ്ധ ഖുർആൻ മനുഷ്യനെ ഏറ്റവും നേരായ നല്ല രീതിയിലേക്കാണ് നയിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുക എന്നുള്ളത് ഖുർആൻ്റെ ഖിറാഅത്ത് മാത്രമല്ല, അത് കുട്ടികളെ സംബന്ധിച്ചോളം നല്ലതും തീയതും ചീത്തയും തിരിച്ചറിയാനുള്ള ദീപസ്തംഭം പോലെ ഖുർആൻ അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും. ഇതിലടുത്ത് ഉള്ള പാരൻസിന് അനുഭവം ഉണ്ടാവും. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വാഹനത്തിൽ കയറുന്ന സമയത്തൊക്കെ നമ്മുടെ മക്കൾ പ്രാർത്ഥന ചൊല്ലുകയും ചെല്ലാതിരിക്കുന്ന മാതാപിതാക്കളോട് അത് ചെല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. അതായത് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തൻ്റെ കുടുംബത്തോട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവനാണെന്നുള്ളത്. ഇത് ഈ കുട്ടികൾ അത് മനസ്സിലാക്കുന്ന വീടുകളിൽ നിന്നാണ്. നമ്മൾ എങ്ങനെയാണോ അവർക്ക് കൊടുക്കുന്നത് അതനുസരിച്ചാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഹെവൻസിൻ്റെ മാനേജ്മെൻറ്റിനെയും മാനേജ്മെൻറ്റിലെ അംഗങ്ങളെയും അതോടൊപ്പം തന്നെ അധ്യാപകർക്കും ഞാൻ ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനങ്ങൾ നേരുകയാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ഒരു പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മാത്രമല്ല, ജീവിത പാഠങ്ങളാണ് ഈ കുരുന്നുകൾക്ക് നൽകിയിട്ടുള്ളത്. സ്വന്തം കുട്ടിയെപ്പോലെ അല്ലെങ്കിൽ അതിലേറെ അവർ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും മക്കളെയാണ്. കാരണം ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഒരു മദ്രസയിലൊക്കെ ഉള്ള കൂടുതൽ സമയങ്ങൾ മക്കളുടെ കൂടെ മാതാപിതാക്കളെക്കാളും കൂടുതൽ ഈ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് അധ്യാപകരാണ്. അവർ ആ രീതിയിൽ സ്നേഹവും സമർപ്പണവും നൽകിക്കൊണ്ടാണ് ഈ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. അത് പ്രശംസനീയമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ മക്കളെ ഈ സ്ഥാപനത്തെ ഏൽപ്പിച്ചു. നിങ്ങൾക്കറിയാം, ഈ സ്ഥാപനത്തെ ഏൽപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് ഇവർ രാത്രി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം എത്തുന്നത്. ആ രീതിയിൽ അവരെ നോക്കുന്ന നിങ്ങൾക്കതിലെ മാറ്റങ്ങൾ കണ്ടറിയാൻ കഴിയും. ഒരു കഥ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു അമ്മ അതിൻ്റെ കുഞ്ഞിനെ കൂടുതൽ പഞ്ചസാര കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പണ്ഡിതൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കുട്ടി വല്ലാതെ പഞ്ചസാര കഴിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, അടുത്ത ആഴ്ചയിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. അടുത്ത ആഴ്ചയിൽ വന്നപ്പോൾ കുട്ടിയോട് ഇദ്ദേഹം പറഞ്ഞു, പഞ്ചസാര അധികം കഴിക്കരുത് മോനെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അമ്മക്ക് ചോദിച്ചു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ പോരെ, ഇതെന്തിനാ ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ആഴ്ച വരെ പഞ്ചസാര നല്ലോണം കഴിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ഈ കുട്ടിയോട് പറയാൻ എനിക്ക് കഴിയണമെങ്കിൽ ഞാനത് ചെയ്യാത്ത ആളായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറയാതെ ഈ ആഴ്ച പറഞ്ഞു എന്നുള്ളത്. ഇത് നമുക്കൊക്കെ പാഠമാണ്. അതായത് കുട്ടികൾ നമ്മൾ ചെയ്യുന്നതാണ് കാണുന്നത്, നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ കുട്ടികളോട് ചെയ്യരുത് എന്ന് പറയുന്നത് നമ്മളെ ഭാഗത്തുണ്ടെങ്കിൽ കുട്ടികൾ അതല്ല, നിങ്ങൾ പറയുന്നതല്ല കുട്ടികൾ കേൾക്കുന്നത്, മറിച്ച് അവർ മാതാപിതാക്കൾ ചെയ്യുന്നതാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇമാം ഗസാലി പറഞ്ഞതുപോലെ കുട്ടികളുടെ മണ്ണ് എന്താ പറയുക, കുട്ടികളുടെ മനസ്സ് ശുദ്ധമായ മണ്ണാണ്. അതിൽ നമ്മൾ എന്താണോ വിതക്കുന്നത് അതാണ് അതിൽ വളരുക. ആ വളർത്തുന്ന രീതിയിലേക്കായിരിക്കണം നമ്മൾ മാതാപിതാക്കൾ. ഇവിടുന്ന് ഈ കുട്ടിയെ തിരിച്ച് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്, 3 വർഷത്തെ പഠനം കഴിഞ്ഞ് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എന്താണോ കിട്ടിയത് അതിനെ വീണ്ടും മണ്ണ് നനച്ച് വളർത്തി ഇനിയും വലുതാക്കി കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ഇതൊരു തുടക്കമാണ്. ഹെവൻസ് ചെയ്യുന്നതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല, ഇതൊരു തുടക്കമാണ്. ആ തുടക്കത്തിൽ നിന്നുകൊണ്ടാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത്, ഇതിനകത്ത് ഇപ്പോൾ കോൺവെക്കേഷന് പോയ കുഞ്ഞുങ്ങൾ ഇപ്പുറത്തുണ്ട്, അതുപോലെ തന്നെ കോൺവെക്കേഷൻ ഇല്ലാത്ത മറ്റു കുട്ടികളും ഇവിടെ ഉണ്ടാവും. അവർ ഇവിടുന്ന് ഇവിടുന്ന് കിട്ടിയ നല്ല ശീലങ്ങളും നല്ല പഠനങ്ങളൊക്കെ അവർ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് നിങ്ങൾ നല്ല കുട്ടികളായിട്ട് വളരണം. അതോടൊപ്പം തന്നെ ഈ ഫൗണ്ടേഷൻ്റെ മാലി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന, അതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകളും അതിന് സഹകരിക്കുന്ന എല്ലാ ആളുകളും, ഇതൊരു മാലിയുടെ കീഴിൽ നടക്കുന്ന, ഈ ഫൗണ്ടേഷൻ്റെ കീഴിൽ നടക്കുന്ന ഒരൊറ്റ സ്ഥാപനമാണ്. ഇതിൽ ഇനിയും വേറെ കുറേ സ്ഥാപനം, അതിൽ അഭിമാനകരമായ വളർച്ച ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ അത് മനസ്സിന് കുളിർമ നൽകുന്ന രീതിയിലേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്തു എന്നുള്ളതിന് സൃഷ്ടാവായ അള്ളാഹുവിനോട് എല്ലാവരും നന്ദി അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ഹെവൻസ് നൽകുന്നത് കുറേ ഡോക്ടർമാരെയും എഞ്ചിനീയർമാരും മാത്രമല്ല, നല്ല മനുഷ്യരെ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഭാവി ഏറ്റവും നല്ല രീതിയിലാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും നന്മയുടെ വഴിയിൽ നയിക്കുമാറാവട്ടെ. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ചടങ്ങിൻ്റെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഫാത്തിമ ബീഗം മിസ്, അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച പ്രിയപ്പെട്ട ജലീൽ സാഹിബ്, എൻ്റെ സഹപ്രവർത്തകരായ ബുഷറ സക്കീർ, ഷെറിൻ ഇർഫാൻ, മറ്റ് ഇതിൻ്റെ PTA പ്രസിഡൻറ്റ്, JHI മെമ്പർ ഏരിയ തുടങ്ങിയ PTA പ്രസിഡൻ്റ് അടക്കമുള്ള സ്റ്റാഫ്, ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ്, പാരൻസ്, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുരുന്നുകളെല്ലാവർക്കും അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇത്ര
പ്രൗഢഗംഭീരമായ ഒരു സദസ്സിലാണ് ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ആദ്യമേ ക്ഷമ ചോദിക്കാം, നേരം വൈകി പലവിധ പരിപാടികളിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് സമയം കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ചെറിയൊരു പ്രയാസം വന്നത്. അതുകൊണ്ടാണ് ഇത്ര ഭംഗിയോടുകൂടി ഈ കുട്ടികളെ ഇങ്ങനെ സജ്ജമാക്കിയ അധ്യാപകരോടാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത്. കാരണം നമ്മൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ അധ്യാപിക എന്ന് പറയുന്നത് ഉമ്മയാണ്, മാതാവാണ്. ആ കുടുംബമാണ് അവരുടെ ആദ്യത്തെ ടീച്ചേഴ്സ്. ബാപ്പയും ഉമ്മയും, അത് കുടുംബവും ഫാമിലിയും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതേ ധൈര്യത്തോടും വിശ്വാസത്തോടുമാണ് നമ്മളൊരു സ്കൂളിൽ ഏൽപ്പിക്കുന്നത്. മക്കളുടെ ഭാവിയും മക്കളുടെ പഠനവും അവരുടെ സുരക്ഷയും ഒക്കെ വിശ്വാസത്തിലെടുത്ത് കണക്കിലെടുത്ത് നമ്മളൊരു സ്കൂളിൽ ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഹെവൻസ് നിന്ന് കിട്ടുന്നുള്ള തെളിവാണ് ഇവിടെ ഈ കാണുന്ന കോൺവക്കേഷൻ. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ആദ്യമേ കുട്ടികളെ ഇത്ര ഭംഗിയായി സജ്ജീകരിച്ച, അതിനുവേണ്ടി പ്രയത്നിച്ച അധ്യാപകരോട്, നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഒരു രക്ഷിതാവ് എന്ന നിലയിൽ ഇത് കണ്ട് ഒരു ആശ്വാസത്തിലും സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ തന്നെ നന്ദി പറയുകയാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ വാക്കുകളൊന്നും അവർക്ക് ആവശ്യമില്ല, വലിയ അറിവുകളും ആവശ്യമില്ല. ചെറിയ സാമീപ്യവും സ്നേഹവും തലോടലുമാണ് അവർക്ക് വേണ്ടത്. ഞാൻ അതാണ് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത് സമയവും സ്നേഹവും സാമീപ്യവും ഒക്കെയാണ്, തലോടലാണ്. ഒരിക്കലും മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാതെ ചെറിയ അവരുടെ നേട്ടങ്ങൾ വലുതാക്കി സംസാരിച്ച്, വലുതാക്കി അപ്രീഷിയേറ്റ് ചെയ്ത്, വലുതായി കൺഗ്രാജുലേറ്റ് ചെയ്ത് അവരെ മനസ്സിലിങ്ങനെ നമ്മൾ അത്രമേൽ സന്തോഷം ചാർത്താൻ ചൊരിയാനൊക്കെ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക്, എനിക്ക് മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് സാധിക്കട്ടെ. അതുമാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രൗഢഗംഭീരമായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം സർവശക്തൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും. വളരെ ആവേശകരവും സന്തോഷകരവുമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മുടെ ഹെവൻസ് സ്കൂൾ നമ്മുടെ ധാർമ്മിക ബോധത്തോടു കൂടി തന്നെ ഭൗതിക വിദ്യാഭ്യാസം ഒരുപോലെ കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഈ ഹെവൻസ് പബ്ലിക് സ്കൂളിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മളെ ജലീൽ സാഹിബ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചെറിയ വളർച്ചയിൽ തന്നെ, ചെറുതായി തന്നെ, നമ്മൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെയൊക്കെ തന്നെ നമ്മൾ വളരെ ചെറിയ രീതിയിൽ, ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കൊടുക്കുന്ന ആ ശിക്ഷണം അതുപോലെ വളർന്നു വരുമ്പോൾ അതേ രീതിയിൽ കൊണ്ട് ആവട്ടെ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി വളരെ മൂല്യവത്തായ വിദ്യാഭ്യാസം നൽകുന്നതോട് കൂടിയിട്ട് നാടിനും സമൂഹത്തിനും ഭാവി വാഗ്ദാനങ്ങളായി വരുന്ന നല്ല തലമുറകളെ വാർത്തെടുക്കാൻ ഈ കുട്ടികൾക്ക് ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, രക്ഷിതാക്കളെ, അധ്യാപകരെ, മറ്റ് നല്ലവരായ നാട്ടുകാരെ, ഹെവൻസിൻ്റെ ഈ 6ാം വാർഷികത്തിലെ വാർഷികോത്സവത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായിട്ട് ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിക്കുക. വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. മലപ്പുറത്തുകാർക്കിടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന, എന്നാൽ അധികം ആളുകൾക്കും അതിൻ്റെ എത്രയാണ് ഇതിൻ്റെ ഗൗരവത്തിലുള്ള വിദ്യാഭ്യാസ രീതി എന്നുള്ളത് അറിയാതെ പോകുന്ന ഒരു സംഗതിയാണ്, ഒരു കാര്യമാണ് ഹെവൻസിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾക്ക് ഇവിടുന്ന് കിട്ടിയ കുറേ അറിവുകൾ ഈ സ്റ്റേജിൽ നിന്ന് വന്നിരിക്കുമ്പോഴും ഈ സദസ്സിൽ വന്നിരിക്കുമ്പോഴും കിട്ടിയ കുറേ അറിവുകൾ ഇതിനു മുമ്പ് നമ്മൾ കേൾക്കാത്ത പല അറിവുകളുമാണ്. വളരെ വിജയകരമായിട്ട് 5-6 വർഷം ഇത് കൊണ്ടു നടക്കുക എന്നുള്ളത്, അതിന് ഏറ്റവും സമർപ്പിതരായ അധ്യാപകരും വളരെ സമ്പന്നമായ ഒരു പൈതൃകമുള്ള മാനേജ്മെൻറ്റ് ടീമും അതുപോലെ തന്നെ വളരെയധികം സപ്പോർട്ടീവായിട്ടുള്ള രക്ഷിതാക്കളും കൂടി അടങ്ങുന്ന ഒരു എൻ്റെ ടീമിൻ്റെ വിജയമാണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാൻ ഒരു
ജമാഅത്തെ ഇസ്ലാമിയുടെ ഏരിയയിലൊരു പ്രവർത്തകനാണ്. ഒരുപാട് കാലം അതിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രവർത്തിച്ചപ്പോഴും ഹെവൻസിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴൊന്നും ഞാൻ ഈ നിലക്ക് ഇന്ന് മനസ്സിലാക്കിയ പോലെ ഹെവൻസിനെ പറ്റി സംസാരിക്കാനോ മനസ്സിലാക്കാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നില്ല. നമ്മൾ നഴ്സറി വിദ്യാഭ്യാസം കുട്ടികൾക്ക്, അതായത് ഔപചാരിക വിദ്യാഭ്യാസം നൽകുന്നതിന് മുമ്പ് കുട്ടികളെ വളർത്തിയെടുക്കുന്ന ഒരു സംവിധാനമുണ്ടല്ലോ. നഴ്സറി എന്ന് പറഞ്ഞാൽ എന്താണ്? പൂക്കളുടെ നഴ്സറി, അതുപോലെ തന്നെ ചെടികളുടെ നഴ്സറി, അങ്ങനെയുള്ളൊരു നഴ്സറി കാഴ്ചപ്പാടാണ് ആദ്യം ഇതിനുണ്ടായിരുന്നത്. പിന്നെ അതിങ്ങനെ വികസിച്ച് കുറേയും കൂടെയൊക്കെ വികസിച്ച് LKG, UKG, പ്രീ LKG, കിൻഡർ ഗാർട്ടൻ എന്ന് പറഞ്ഞാൽ തന്നെ നഴ്സറി വിദ്യാഭ്യാസത്തിൻ്റെ സംവിധാനത്തെയാണ് അത് പറയുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ വിദേശത്തൊക്കെ ഇത് കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ അതിൻ്റെ പേരെന്നെ റൗല എന്ന് പറഞ്ഞൊരു പൂന്തോട്ടം. ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ അല്ലെങ്കിൽ പൂത്തുമ്പികളായിട്ടുള്ള പൂമ്പാറ്റകളായിട്ടാണ് അവരവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ സ്റ്റേജും അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സെറ്റപ്പും അതിലെ ചുമരെഴുത്തുകളും ഒക്കെയും ഒരു പൂന്തോട്ടത്തിൽ ചെന്നൊരു പ്രതീതി നമുക്കുണ്ടാവുക. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെ ഒരു പൂമ്പാറ്റകളായിട്ടാണ്. അതാണ് ഇവരൊക്കെ ഫ്ലൈ 1, ഫ്ലൈ 2, ഫ്ലൈ സ്കൈ എന്നൊക്കെ അതിന് പേരിടാൻ തന്നെ കാരണം വിഹായസിൽ വിരാജിച്ച് നടക്കുന്ന പൂമ്പാറ്റകളുടെ ഒരു സമപ്പെടുത്തലാണ്. അതിനൊരു ഭാവനയാണ് ഈ ഫ്ലൈയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ളത്. ഇവിടെ നമുക്കറിയാം ഈ ഒരു ഫ്ലൈ 1ഉം ഈ സ്കൈ 1ഉം 2ഉം 3 എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 600-604 പേജുള്ളൊരു മുസ്ഹഫ് ഒരാവർത്തി തീർത്തിരിക്കും എന്ന് പറയുന്നത് തന്നെ അവിശ്വസനീയമാണ്. ഇപ്പോഴത്തെ ഇവിടുന്ന് കുട്ടികളുടെ ഖിറാഅത്ത് കേട്ടപ്പോൾ എത്ര ഭംഗിയായിട്ടുള്ള ഖിറാഅത്ത്, എവിടെയെങ്കിലും തട്ടോ തടവോ ഇല്ലാത്ത അതിൻ്റെ പാരായണത്തിലെ എല്ലാ പിന്നെ തജ്വീദിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി പഠിച്ചുകൊണ്ടുള്ള അവതരണം. അതുപോലെ തന്നെ അമ്മ ജ്യൂസ് കാണാതെ പഠിക്കുക. ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ടതായ ദൈനംദിന പ്രാർത്ഥനകൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. ഗണിതം, അതുപോലെ തന്നെ അറബി ഭാഷ, ഇംഗ്ലീഷ് ഭാഷ, ഇതിലൊക്കെ പ്രാവീണ്യം നേടിക്കൊടുക്കുക. മറ്റ് ഒരുപാട് കലാകായിക വിദ്യകൾ കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കുക. അതൊന്നും ടെൻഷൻ ഫ്രീ ആയിട്ട് കുട്ടികളങ്ങനെ വളർത്തിയെടുത്ത ഒരു തലമുറയെ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം അത് വളരെയധികം സ്തുത്യർഹമാണ്. ആ കുട്ടികൾക്ക് വളരുമ്പോൾ അവരുടെ സ്വന്തം ജീവിതത്തിൽ, അവരുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ, ചുറ്റുപാടുകളിൽ, കുടുംബങ്ങളിൽ, വളരുന്ന സമൂഹത്തിൽ വെളിച്ചം നൽകാൻ, പ്രകാശപൂരിതമായ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ, ഇത് അവരെ വളർത്തിയെടുക്കാൻ അവരെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഈ പഠന രീതി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും പ്രാപ്യമായ ഒരവസ്ഥയിലല്ല ഉള്ളതെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ. വളരെ പ്ലാനോട് കൂടിയ വിദ്യാഭ്യാസം ഇത് നമ്മുടെ സമൂഹത്തെ എല്ലാവരും അർഹിക്കുന്ന, എല്ലാ പാവപ്പെട്ട കുട്ടികളും സമ്പന്നരല്ലാത്തവരും എല്ലാവരും അർഹിക്കുന്നതാണ് ഈ വിദ്യ നേടുക എന്നുള്ളത്. പുതിയ കാലത്തിൻ്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളാൻ ഈ കുട്ടികൾക്കേ കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒരു 10-20 കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളെ കുട്ടികളെയൊന്നും പുറത്തു പോകാൻ ധൈര്യപ്പെടുമായിരുന്നില്ല. SLC ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ ആൺകുട്ടികളെ പോലും ബാംഗ്ലൂർക്ക് പറഞ്ഞയക്കാനോ ഡൽഹി പറഞ്ഞയക്കാനോ രക്ഷിതാക്കൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് +2 കഴിഞ്ഞ കുട്ടികൾ സ്വന്തമായിട്ട് ഡൽഹി നിറഞ്ഞിരിക്കുകയാണ്. ആൺകുട്ടികളത് പറയും വേണ്ട. അപ്പം ആ രാജ്യത്തെ കുട്ടികളെല്ലാം തന്നെ മുന്നോട്ടുള്ള ഗമനത്തിലാണ്. അത് വളരെ ഫാസ്റ്റാണ്. ആ സമയത്ത് അവർക്ക് ദിശാബോധം നൽകുന്ന ധാർമ്മിക മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മൂല്യവത്തായ ഒരു സംസ്കാരം സ്വയം ജീവിതത്തിലും സമൂഹത്തിലും ഏറ്റെടുക്കുവാനും സംഭാവന ചെയ്യാനും കഴിയുന്ന ഒരു സംവിധാനത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ പാവപ്പെട്ടവരെ കൂടി പരിഗണിക്കാനുള്ള ചാൻസുകളുണ്ട് എന്ന് പരിശോധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുള്ളത്, ആഗ്രഹിക്കാനുള്ളത്. ഇത് എൻ്റെ വ്യക്തിപരമായ ഒരു ആഗ്രഹമാണ് എന്ന് കൂടി ഞാൻ പറയുകയാണ്. വളരെ പരിപാടികൾക്ക് വേണ്ടി കലവില കൂട്ടുന്ന കുട്ടികളും ആവേശത്തോടു കൂടി കൺവെക്കേഷനിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി കൺവെക്കേഷൻ പരിപാടിയിൽ കുട്ടികളുടെ അവാർഡ് സ്വീകരിക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ള രക്ഷിതാക്കളൊക്കെ അടങ്ങിയിരിക്കുന്ന സദസ്സിൽ പ്രസംഗം ചെയ്യുക അല്ലെങ്കിൽ പ്രസംഗ പ്രാധാന്യമുള്ള ഒരു സദസ്സല്ല ഇത് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കുറച്ച് അധികമായി എന്നുള്ളത് കൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ നല്ല സദസ്സിന് ഈ സമ്പന്നമായ വിശിഷ്ടാതികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സദസ്സിന് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ഉന്നതമായ രീതിയിൽ ഇനിയും ഇത് വളരട്ടെ
അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. Thank you, sir. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ജലീൽ സാഹിബ്, സ്വാഗത പ്രസംഗം നടത്തിയ ഈ ഹെവൻസിനെ മാതൃകാപരമായിട്ട് മുന്നോട്ട് നയിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഫാത്തിമ മാം, വാർഡ് കൗൺസിലറായിട്ടുള്ള എൻ്റെ കൗൺസിലർ ബുഷ്ര സക്കീർ, ഈ പരിപാടിക്ക് ഉദ്ഘാടനം നിർവഹിച്ച തിരക്കിനിടയിൽ നിന്ന് ഓടി വന്നിട്ട് ഉദ്ഘാടനം നിർവഹിച്ച മലപ്പുറം മുനിസിപ്പാലിറ്റിയെ മുന്നിൽ നിന്ന് നയിക്കുന്ന അഡ്വക്കേറ്റ് റിൻഷ, ജയിച്ച് മലപ്പുറം ഏരിയയെ പ്രതിനിധീകരിച്ച് ഉള്ള യൂസുഫ് അലി സാഹിബ്, PTA പ്രസിഡൻറ്റ്, സ്റ്റാഫ് സെക്രട്ടറി ബഷീർ സാഹിബ് ആൻഡ് വേദിയിലെ സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നയനമനോഹരമായ കാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന രക്ഷിതാക്കളെ, കുഞ്ഞു പൂമ്പാറ്റകളെ, വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതിലേറെ സങ്കടം കൂടെ ഉണ്ട് മൈൻഡിൽ. കാരണം ഹെവൻസിൻ്റെ 6 വർഷത്തെ പാരൻ്റ് എന്നുള്ള ഒരു ലേബൽ ഈ ഒരു വർഷത്തോടെ അവസാനിക്കുകയാണെന്ന് പറയുമ്പം ഉള്ളിൽ ചെറിയൊരു വിഷമമൊന്നുമല്ല എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആശംസയേക്കാളേറെ എനിക്കിവിടെ അനുഭവമാണ് പറയാനുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് പേര് പോലെ തന്നെ ഒരു സ്വർഗമാണ് ഹെവൻസ്. ഇവിടെ ഇങ്ങനെ കുഞ്ഞു പൂമ്പാറ്റങ്ങൾ ഹെവൻസിൽ പാറി നടക്കുന്നു. അവർക്ക് കാവലും കരുതലുമായിട്ട് മാലാഖമാരെ പോലെ ടീച്ചർമാരും ആയമാരും അവർക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവരെ മോളെ മോനെ എന്ന് വിളിച്ചുകൊണ്ട് അവരെ പരിചരിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ. അത് കഴിഞ്ഞ പ്രാവശ്യം മോനെ ഇവിടുന്ന് സനത് വാങ്ങിപ്പോയപ്പോഴും ഇത്ര സങ്കടമില്ലായിരുന്നു, കാരണം മോളുണ്ട് അടുത്ത വർഷം എന്നുള്ളത്. പക്ഷേ ഇതോടുകൂടി തീർന്നു എന്നാലോചിക്കുമ്പോൾ, കാരണം എനിക്കറിയാം ഇവിടെ ജലീൽ സാഹിബ് പറഞ്ഞ പോലെ ആ മാറ്റം ഞങ്ങൾക്കിങ്ങനെ കണ്ടറിയുന്നുണ്ട്. ഇവിടെ വന്നതിന് മക്കളെ ഹെവൻസിൽ ചേർത്തിയതിന് ശേഷമാണ് സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞ ഒരുപാട് സമയങ്ങളുണ്ടായിട്ടുള്ളത്. ഖുർആൻ ഇങ്ങനെ ഓരോ വരി പെറുക്കി പെറുക്കി അവർ ഓതാൻ തുടങ്ങുമ്പോൾ, അത് കഴിഞ്ഞിട്ട് ഓരോ പ്രാർത്ഥനകൾ നമുക്ക് ചൊല്ലിത്തരുമ്പം, നമ്മളെ ഇങ്ങോട്ട് പഠിപ്പിക്കുമ്പം ഒരു ജുസ് അവർ കംപ്ലീറ്റ് ആക്കി നമുക്ക് വലിയ വലിയ കുഞ്ഞു വായിൽ വലിയ വലിയ ആയത്തുകൾ അവർ ഓതി തരുമ്പോൾ, അതുപോലെ ഹത്തം തീർത്തിട്ട് ആ അവസാനം ആ തീരുന്ന ദിവസം അവർ എൻ്റെ ഹത്തം തീർന്നു എന്ന് പറയുമ്പോൾ ആ സന്തോഷം, അങ്ങനെ കണ്ണും മനസ്സും നിറഞ്ഞിട്ടുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ഹെവൻസിൽ മക്കളെ ചേർത്തതിന് ശേഷം. അവർക്ക് ഈ ഖുർആൻ ധാർമ്മിക വിദ്യാഭ്യാസത്തിൽ മാത്രമാണോ ഇവിടെ ഹെവൻസുള്ളത് നമ്മൾ ചിലപ്പം ആശങ്കയുണ്ടെങ്കിൽ അത് മാത്രമല്ല, ഇംഗ്ലീഷ് അവർക്ക് നന്നായിട്ട് വായിക്കാൻ അറിയാം, ഭാഷകൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാനറിയാം, സ്പീച്ചിലും എല്ലാത്തിലും അവർ ഉഷാറാണ്. മറ്റൊരു സ്കൂളിലേക്ക് അവരെ മാറ്റി ചേർത്താൽ ആ ഒരു ബേജാറില്ല എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. എൻ്റെ മോന് MSBയിൽ എല്ലാ വിഷയത്തിലും കഴിഞ്ഞ പ്രാവശ്യം ഫുൾ മാർക്ക് വാങ്ങിച്ചപ്പോൾ ടീച്ചർ ചോദിച്ചു അവൻ എവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നതെന്ന്. അത്രയ്ക്ക് ഹെവൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ അതിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്താ പറയുക, കൺകുളിർമയുള്ള ഒരു കാഴ്ചക്ക് വേണ്ടിയിട്ട് ഞാനടക്കമുള്ള പാരൻസ് ഇവിടെ കാത്തിരിക്കുക, ഖുർആനും എന്തിയ കുഞ്ഞു മക്കളിങ്ങനെ വരുന്നത് കാണാൻ വേണ്ടി. അതുകൊണ്ട് കൂടുതൽ വാക്കുകൾക്ക് പ്രസക്തി ഇല്ല എന്ന് എനിക്കറിയാം. എന്തായാലും ഇവിടെ എനിക്ക് പ്രത്യേകം നന്ദി പറയാനുള്ളത് നമ്മളെ ടീച്ചേഴ്സിനോട് തന്നെയാണ്. നമ്മളൊക്കെ പറയാറുണ്ട് സെക്കൻഡ് ഹോമാണ് സ്കൂൾ എന്നുള്ളത്. എൻ്റെ മക്കൾക്ക് ഞാൻ ഇലക്ഷനിൽ മത്സരിച്ച സമയത്ത് എൻ്റെ മോൾക്ക് അത് ചില സമയത്ത് ഫസ്റ്റ് ഹോം തന്നെ ആയിട്ടുണ്ട്. കാരണം മുടി ചിലപ്പം ഓട്ടോ വരുന്ന സമയത്ത് മുടി കെട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവൾ പറയും, എനിക്ക് അവിടുന്ന് ടീച്ചറെ കെട്ടി തന്നോളൂ, റബ്ബർ തന്നാൽ മതി എന്ന് പറഞ്ഞ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ആ ടീച്ചേഴ്സ് കുട്ടികളെ കൊണ്ട് നടക്കുന്നത് എന്ന്. അവരുടെ പേര് അവർ വിളിക്കാറില്ല, മോളെ മോനെ എന്ന് മാത്രമേ അവർ വിളിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ആവണം ആ മക്കൾ ഒരിക്കലും ഇന്ന് വരെ എൻ്റെ മക്കൾ ഞാൻ സ്കൂളിൽ പോകില്ല അറിഞ്ഞ് കരഞ്ഞിട്ടില്ല. പകരം അവർ കരഞ്ഞിട്ടുള്ളത് എനിക്ക് സ്കൂൾക്ക് നമ്മൾ എന്തെങ്കിലും കാരണവശാൽ പോകണ്ടെന്ന് പറയുമ്പം എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾ കരഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ ചിലപ്പോൾ ഇമോഷണലായി പോകും. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ വർഷത്തോടു കൂടി കഴിയുകയാണെന്നുള്ള വലിയൊരു സങ്കടം മൈൻഡിലുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നിങ്ങളോട് എത്ര നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു പരിഭവം ഹെവൻസിനോട് പറഞ്ഞിട്ടുള്ളത് ഒന്ന് മാത്രമാണ്, ഇത് 3 വർഷം കൊണ്ട് നിങ്ങൾ തീർക്കരുത്, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം എന്നുള്ള പരിഭവം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ.
കാരണം ഇതോടുകൂടി ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. നമ്മളത് അത്രത്തോളം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അത് നമ്മളെ കയ്യിലങ്ങോട്ട് ഏൽപ്പിച്ചു തരികയാണ്. മക്കളെ, നിങ്ങൾ ഇതുപോലെ തന്നെ അതിനേക്കാൾ പെർഫെക്റ്റായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കണം എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് തരുമ്പോഴും നമ്മൾ അത്രത്തോളം ആ ടീച്ചേഴ്സിൻ്റെ അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് പറ്റാറില്ല. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചേഴ്സിന്. ഇവിടെ കുഞ്ഞു മക്കൾ അവതരിപ്പിച്ച പരിപാടി കണ്ടവർക്ക് മനസ്സിലാവും എത്ര റിസ്ക്കാ ടീച്ചേഴ്സ് ഇതിൻ്റെ പിന്നിൽ എടുത്തിട്ടുണ്ടാവുന്നത്. കാരണം കുഞ്ഞു പൈതങ്ങളാണ് വളരെ ഭംഗിയോടെ മനോഹരമായിട്ട് ഇവിടെ കളിച്ചിട്ടുള്ളത്. അപ്പോൾ ഹെവൻസിൻ്റെ ടീച്ചേഴ്സിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഈ ഒരു മാനേജ്മെൻറ്റിനും ഇങ്ങനെ ഒരു ഹെവൻസ്, ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ തുടർന്ന് പോകുന്ന ഒരു സംവിധാനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായേനെ. ഇവിടെ ഈ ഒരു നമ്മുടെ മക്കൾ ഇതുപോലെ തന്നെ ഇവിടുത്തെ അതുപോലെ തന്നെ കൺകുളിർമയേകുന്ന മക്കളായിട്ട് നമുക്ക് സ്വർഗത്തിലും അവരെ കാണാൻ പറ്റട്ടെ. ഈ കുഞ്ഞു വായിൽ വലിയ ആയത്തുകൾ ഓതി കേൾപ്പിക്കുന്ന മക്കളെ ആക്കി മാറ്റാൻ വേണ്ടി പ്രയത്നിച്ച ഇവിടുത്തെ ടീച്ചേഴ്സിന്, അവരുടെ കരുതലോടെ കൊണ്ടു നടക്കുന്ന ആയമാർക്ക് എല്ലാവിധ പ്രാർത്ഥനകളും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. ഈ ഒരു പരിപാടിക്ക് എൻ്റെ ആശംസകൾ അറിയിച്ചുകൊണ്ട് സന്തോഷത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു മാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സന്തോഷം നിറഞ്ഞൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മളെ കുട്ടികളെല്ലാം ഒരു നല്ലൊരു സന്ദർഭത്തിന് മുന്നോടിയായി നിൽക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞ പോലെ ഖുർആൻ പഠിക്കുവാനും പഠിപ്പിക്കുന്നവനാണ് ഏറ്റവും ഉത്തമൻ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ രക്ഷിതാക്കളും കൂടുതൽ കുട്ടികളെ ശ്രദ്ധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നുള്ള ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, sir. As a token of our love and gratitude, we would like to present a memento to our esteemed chief guest, Advocate Rinsha, for graciously inaugurating today's program and blessing us with her presence. May I request Mr. Jalil Mangarathodi to kindly present the memento. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ മാലി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാനും നമ്മുടെ മാനേജ്മെൻറ്റ് അംഗവുമായ ജലീൽ മങ്കരത്തൊടി സാഹിബ്, നമ്മുടെ ഈ കോൺവെക്കേഷൻ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മലപ്പുറം മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റനീഷ മാം, നമ്മുടെ പ്രിൻസിപ്പൽ ഫാത്തിമ മാം, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികൾ, മറ്റു രക്ഷിതാക്കളെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ ഹെവൻസിൻ്റെ 6ാം വാർഷികവും 4ാം കോൺവെക്കേഷനുമായ പ്രോഗ്രാമിലാണ് നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. ആദ്യമായി നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച മാലി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാനും മാനേജ്മെൻറ്റ് അംഗവുമായ ജലീൽ മങ്കരത്തൊടി സാഹിബ്, അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കോൺവെക്കേഷൻ പ്രോഗ്രാം ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഡ്വക്കേറ്റ് റിനീഷ മാം, മലപ്പുറം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനീഷ മാമിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മോട് ഇവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ AM യൂസുഫ് അലി സർ, JIH മലപ്പുറം ഏരിയ അംഗം, അദ്ദേഹം നമ്മോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും വളരെ പ്രചോദനമായ വാക്കുകളായിരുന്നു അത്. അദ്ദേഹത്തിനും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ പ്രോഗ്രാമിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ച മൈലപ്പുറം വാർഡ് കൗൺസിലർ ബുഷ്ര സക്കീർ, അതുപോലെ തന്നെ നമ്മുടെ സ്കൈ 3 പേരൻ ഷെറിൻ ഇർഫാൻ,
നമ്മുടെ PTI പ്രസിഡന്റും സ്കൈത്രി പേരൻറ്റുമായ സമീർ കാക്ക മൂലക്കൽ സാഹിബ്, അദ്ദേഹത്തിനും അവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ഹെവൻസിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളോടൊപ്പം പൂർണ്ണ സപ്പോർട്ടോടു കൂടി ഞങ്ങളുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട മാനേജർ ബഷീർ സാഹിബ്, അദ്ദേഹത്തിനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഫാത്തിമ മാം, ദിവസങ്ങളോളമായി ഞങ്ങളോട് പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഹെവൻസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ നിന്ന പ്രിയ പ്രവർത്തകർ, ഞങ്ങളുടെ പ്രിയ രക്ഷിതാക്കൾ, കുഞ്ഞുമക്കൾ എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയിൽ വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികൾക്കും എല്ലാ രക്ഷിതാക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ആകാംക്ഷയോടെ ഈ കാത്തിരിക്കുന്ന വേളയിൽ ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. لا إله إلا الله الله أكبر سبحان الله والحمد لله لا إله إلا الله الله أكبر तू ही मेरी मौला तू ही मेरी मौला अल्लाह तू ही मेरी मौला तू ही मेरी मौला अल्लाह तू ही मेरी मौला तू ही मेरी मौला अल्लाह. Ala is a dedicated learner with a passion for academics and excels in extracurricular activities. Her enthusiasm and commitment have helped her reach this amazing milestone, and we couldn't be proud of her. Join us in congratulating Ala as she started her journey towards exciting and successful future. Let's welcome Ala and her proud parents onto the stage. Of Amir Razan, daughter of Mr. Akbar Ali PP and Mrs. Nasiha from Mudawatparam. Ami is an exceptional learner with a remarkable ability to quickly grasp and memorize new concepts. Her dedication and sharp mind have guided her to this proud achievement, and we couldn't be happier for her. Join us in congratulating Amia as she embarks on an exciting journey toward a bright and successful future. Let's welcome Amir Razan and her proud parents on the stage. We are delighted to announce the graduation of Adam and Hawa, children of Miss Nawaz and Mrs. Mufida. Adam is an enthusiastic learner who loves to explore acquire skills with a passion for football. Hawa has always been bright and curious learner with a passion for reading, writing and memorizing Quran. Their dedication and hard work had led them to this proud milestone, and we couldn't happier for them. Join us congratulating Adam and Hawa as they embark on this new journey towards a bright and successful future. Let's welcome Adam and Hawa and their proud parents onto the stage. We are delighted to announce the graduation of Aifa Fayaz, daughter of Mr. Fayaz and Mrs. Farsina from Kodor. Aifa has a keen interest in mathematics and English, always showing curiosity and enthusiasm for learning. Her dedication and hard work have led her to this proud milestone, and we celebrate her success with great joy. Join us in congratulating Aifa Fayaz as she embarks on this new journey toward a bright and successful future. Let's welcome Aifa Fayaz and her proud parents on the stage. We are delighted to announce the graduation of Aifa, daughter of Mr. Zakaria and Mrs. Mohsina from Ithilparam. Aifa is a dedicated student with a passion for studying and reading. Her enthusiasm for learning and skills has brought her to the proud milestone, and we celebrate her achievement with great joy. Join us in congratulating Aifa as she steps into bright and promising future. Let's welcome
Aifa and her proud parents onto the stage. Aisha Aya, daughter of Basima Fatima from Ponmala. Aisha Aya has a deep passion for coloring and writing, always eager to expand her knowledge and express her creativity. Her hard work and dedication have led her to this proud milestone, and we celebrate her achievement with great joy. Join us in congratulating Aisha Aya, and she embarks on the bright and successful future. We are delighted to announce the graduation of Aizan Rashik, son of Rashik Mudukatil and Mrs. Nashida from Mangatapulam. Aizan is an enthusiastic learner who loves to explore and acquire new skills. His curiosity and dedication to learning have brought him to this proud milestone, and we celebrate his achievement with immense joy. Join us in congratulating Aizan as she steps into a bright and promising future. Let's welcome Aizan Rashik and his proud parents on the stage. We are delighted to announce the graduation of Anha Izrin, daughter of Mr. Muhammad Anis Alakadan and Mrs. Shamsira from Kodur. Anha is a passionate and hardworking student with love for studying, coloring and dancing. Her creativity and dedication have guided her to this remarkable achievement, and we couldn't happier for her. Join us in congratulating Anha as she begins her exciting journey towards a bright future. Let's welcome Anha Izrin and her proud parents to the stage. Arman, son of Mr. Hamid Ali and Mrs. Sahla Farsana, came from West Kodur. Arman is an enthusiastic learner who loves to explore and acquire new skills with a passion for football. His curiosity and dedication have brought him to this proud milestone, and we celebrate his achievement with great joy. Join us in congratulating Arman as he embarks on this new journey toward a bright and successful future. Let's welcome Arman and his proud parents on the stage. We are delighted to announce the graduation of Ayat Ilham, daughter of Mr. Sinan P. and Mrs. Sajna K. from Chammangadavu. Ayat Ilham is a bright and dedicated student who excels in her studies and shines in extracurricular activities. Her hard work and enthusiasm have brought her to this proud milestone, and we celebrate her achievements with a great joy. We are especially proud to share that Ayat has beautifully completed Khatamul Quran 3 times, a remarkable spiritual accomplishment that reflects on her dedication, discipline, and love for her Holy Quran. This is truly special blessing and honor for her and her family. Join us in congratulating Ayat Ilham as she steps into a bright and promising future. We are delighted to announce the graduation of Aidin Muhammad, son of Mr. Samir and Mrs. Habiba from Chamangadav. Aidin Muhammad is a dedicated student with a passion for studying and extracurricular activities. His enthusiasm for learning and sports has brought him to this proud milestone, and we celebrate his achievement with immense pleasure. Join us in congratulating Aidin Muhammad as he begins his exciting journey toward a bright future. Let's welcome Aidin Muhammad and his proud parents on the stage. We are delighted to announce the graduation of Aisha, daughter of Mr. Naeem and Miss Rusina from Panakkad. Aisha is a dedicated student and she loves to play with hula hoops ring. Her dedication and creativity had led her to this proud milestone,
and we celebrate her achievement with immense joy. Let's welcome Aisha P and her proud parents to the stage. Aisha Irfan. We are delighted to announce the graduation of Aisha Irfan, daughter of Mr. Irfan Naufal and Mrs. Shireen Irfan from Hajarpalli. Aisha Irfan has always been a bright and curious learner with a passion for coloring, writing and memorizing Quran. Her dedication and hard work have led her to this proud milestone, and we couldn't be happier for her. Join us in congratulating Aisha Irfan as she embarks on this new journey towards a bright and successful future. Let's welcome Aisha Irfan and her proud parents onto the stage. We are delighted to announce the graduation of Ishal Nazeen, daughter of Mr. Ibrahim and Mrs. Banasira from Madikemanna. Ishal Nazeen always been passionate about learning, reading, painting and memorizing Quran. Her hard work and discipline have led her to this proud moment. Join us in congratulating Ishal Nazeen, and she embarks on the future full of promise and success. Let's welcome Isha Nazeen and her proud parents on the stage. Mariam, daughter of Mr. Kamal and Mrs. Jasila from Punmala. Mariam has always been passionate about painting and dancing. Her creativity and dedication have guided her to this remarkable achievement. Join us in congratulating Mariam as she steps into the bright future filled with success and new opportunities. Let's welcome Mariam and her proud parents onto the stage. Mrs. Murshida Ayub from West Corridor. Mehrin always been passionate about learning, painting and reading. The quiet discipline for the classroom softened the journey shared with her. Her hard work, discipline have led her to this proud milestone. Join us in congratulating Mehrin as she sets our journey toward an exciting and successful future. Let's welcome Mehrin and her proud parents on the stage. We are delighted to announce the proud achievement of Muad Mazin, son of Muhammad Ali and Hafsa from Mailapuram. Muad Mazin is an intelligent and curious student with a special interest in coloring, reading, learning and Quran recitation and Hifz. His hard work and dedication have brought him to this proud moment, and we truly happy about his success. We are warmly congratulating Muad Mazin as he begins his journey towards a bright and successful future. Let's welcome Muad Mazin and his proud parents onto the stage. Muhammad Ammar is an intelligent and curious student with a special interest in coloring, drawing and football. His hard work and dedication have brought him to this proud and memorable milestone, and we are truly happy about his achievement. We extend our heartfelt congratulations to Muhammad Ammar as he begins a new journey toward a bright and successful future. Let's welcome Ammar and his proud parents on the stage. We are happy to announce the convocation success of Muhammad Shamil, son of Mr. Abdul Majid and Mrs. Jasila from Mangatupulam. Shamil, who has a special interest in drawing and reading stories, is an intelligent student with strong memory.
His hard work and dedication have brought him to this proud moment, and we extremely delighted about his achievement. We extend our heartfelt congratulations to Shamil as he begins this new journey toward a bright and successful future. Let's welcome Shamil and his proud parents onto the stage. We extend our heartfelt congratulations and best wishes for him. Let's welcome Muhammad and his proud parents onto the stage. Noora Abdul Jalil, daughter of Mr. Abdul Jalil and Mrs. Hasina from Mailapuram. Noora is an intelligent and curious student with a strong interest in drawing, reading, Quran recitation and learning. She attends her classes with great enthusiasm and she also very talented in games and other activities. Everyone extend a heartfelt congratulations to Noora as she begins a new journey towards bright and successful. Delighted to announce the proud achievement of Ruhaim Rashid, son of Nabir Rashid and Fatima Rubana, native of Mangatpuram. Ruhaim Rashid is a bright and curious student with a special interest in coloring, drawing, and playing football. His hard work and dedication have brought him to this proud and memorable moment, and we are extremely happy about it. We extend our heartfelt congratulations to Ruhaim Rashid as he begins this journey toward a bright and successful future. Let's welcome Ruhaim Rashid and his proud parents on the stage. Congratulations Ruhaim Rashid, Safa Meherin, daughter of Muhammad Mustafa and Sumaya, resident of Kannatupara. Safa Meherin is an intelligent and curious student with a special interest in coloring and drawing and reading and Quran recitation. Her hard work and dedication have brought her to this proud moment. Everyone wholeheartedly congratulate Safa Meherin as she begins this journey towards bright and successful future. Let's welcome Safa Meherin and her proud parents to the stage. We are delighted to announce the graduation success of Shayan Shah, son of Masoop Asifa from Madakkemanna. Shayan Shah is a bright and curious student with a special interest in coloring and drawing. His hard work and dedication have brought him to this proud and memorable moment, and we are extremely happy about his achievement. We extend our heartfelt congratulations to Shayan Shah as she begins this journey toward a bright and successful future. Let's welcome Shayan Shah and his proud parents on the stage. Congratulations. We are happy to announce the proud achievement of Zella, daughter of Mr. Zakir Hussain and Mrs. Rubina from Vadakkemanna. Zella is a student with special interest in coloring, drawing and reading and studying. Her hard work and dedication have brought her to this proud moment. As Zella begins this journey towards successful future, everyone extend their heartfelt congratulations to her. Let's welcome Zella and her proud parents onto the stage. Of Mr. Jasir KP and Mrs. Anisa from Palakkad. Ayan Muhammad has an interest in mathematics and English. His dedication had led him this proud milestone, and we celebrate its achievement with great joy. Join us in congratulating Ayan Muhammad. Let us make a sincere dua for Ayan Muhammad's complete and speed recovery. Congratulations Ayan Muhammad. كيف حالكم؟ زين الحمد لله. هيا نقرأ الآيات من القرآن الكريم. نعم. هل أنتم مستعدون؟ نعم. ما شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. عما
يتساءلون يسقون من رحيق مختوم أنا صببنا الماء صبا قلوب يومئذ واجفة ليس لهم طعام إلا من ضريع ألم نجعل له عينين تبت يدا أبي لهب وتب قل أعوذ برب الناس MashaAllah, MashaAllah. How many surahs are there in the Holy Quran? 114. What are they? MashaAllah, MashaAllah. Who is our prophet? Muhammad sallallahu alaihi wasallam. How many salahs are there in a day? 5. What are they? Subh, Dhuhr, Asr, Maghrib, Isha. Please recite Aman ar-Rasul. A'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. Amana rasul bima unzila ilayhi min rabbih wal mu'minun kullu amana billahi wa malaikatihi wa kutubihi wa rusulihi لا نفرق بين أحد من رسله وقالوا سمعنا غفرانك
سبحانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها ما كسبت وإلينا ما كسبت ربنا لا تؤاخذنا إن نسينا ولا تحملنا علينا إسرا كما حملته على الذين قبلنا ربنا ولا تحملنا على طاقتنا به واغفرنا وارحمنا أنت مولانا فنسوا من كافرين صدق ما شاء الله MashaAllah. Please recite Ibrahimiya Salat. Allahumma salli ala Muhammad wa ala ali Muhammad kama sallaita ala Ibrahim wa ala ali Ibrahim wa barik ala Muhammad wa ala ali Muhammad كما باركت على إبراهيم وعلى آل إبراهيم كما باركت على محمد مجيد. MashaAllah. Which surah is known as the Thuluthul Quran? Surah Al-Ikhlas. Which is the biggest surah? Surah Al-Baqarah. MashaAllah. إذا السماء انفطرت وإذا الكواكب انتثرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا الجبال سيرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا والفجر وليال عشر والشفع والوتر ولسوف يعطيك ربك فترضى ألم نجد يتيما فآوى ووجدك عائلا فآغنى والعصر عشر والشفع والوتر وليال عشر ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض قلبك والجبال أرساها وخلقناكم أزواجا متاعا لكم ولأنعامكم فإذا جاءت الصاخة الكبرى إن الأبرار لفي نهيم الأرائك ينظرون تعرف في وجوههم نضرة النعيم كون من رحيق مختوم فسنيسره لليسرى فسيجنب الأشقى الذي يؤتي ماله يتزكى الحمد لله رب العالمين الرحمن الرحيم إن الذين آمنوا وعملوا الصالحات لهم جنات تجري من تحتها الأنهار ذلك الفوز الكبير. إن بطش ربك لشديد وإنه هو العليم وهو الغفور الودود ذو العرش المجيد فعال لما يريد Kiraman Katibin. ما تفعلوا إن الأبرار لفي نعيم Wama adraka ma sijjin. كتاب مرقوم وإلى المكذبين. MashaAllah. بسم الله الرحمن الرحيم والليل إذا يغشى والنهار إذا تجلى وما خلق الذكر والأنثى. MashaAllah. Thank you, dears.